ഹലോ ഗൈസ്, ബിഗ് ബോസ് പ്രൊമോ. എന്റെ പൊന്നോ, അടിയോടടി പൊരിഞ്ഞടി, ഒരു രക്ഷയില്ല. ഈ പുതിയ ക്യാപ്റ്റന്മാർ വന്നേ പിന്നെ അടി കൂടിയിട്ടുണ്ടോ എന്നാണ് ഒരു സംശയം. അല്ലെ, 3 ക്യാപ്റ്റന്മാരായപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാകുമെന്നായിരുന്നു നമ്മുടെയൊക്കെ ഒരു ധാരണ. പക്ഷെ 3 ക്യാപ്റ്റന്മാരായപ്പോൾ 3 പേരുടെയും കൂടി ആ ഒരു പവറും ഭരണവും ഒക്കെ കൂടി ആ ഒരു മറ്റു മത്സരാർത്ഥികളെ അടിച്ചിടുന്ന പോലെ ആട്ടോ തോന്നിയതേ. അപ്പൊ എന്തായാലും ഇന്നും ആ ഒരു കിച്ചൺ ടീമിൽ തന്നെയാണ് അടി അടി പൊരിഞ്ഞടി. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ പാത്രം ഒരെണ്ണം കഴുകിയതിൽ അഴുക്ക് വീണ്ടും ഇരിപ്പുണ്ട്. അപ്പൊ അതൊന്നും കൂടി കഴുകണം എന്നും പറഞ്ഞ് അനുവിനോട് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട് താൻ കഴുകിയത് ക്ലീൻ തന്നെ ആയിട്ടാ കഴുകിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം തർക്കം ഇങ്ങനെ രൂക്ഷിച്ചു വരുമ്പോൾ നമ്മുടെ ഷാനവാസൊക്കെ അവിടെ വന്ന് ഇടപെടുന്നുണ്ട്. ഷാനവാസൊക്കെ പറയുന്നുണ്ട് ആ ഒരു പാത്രത്തിലെ പെയിന്റ് പോയിരിക്കുവാണ്, അടുക്കല്ല, വേണ്ട താൻ കഴുകി കാണിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനു പറയുന്നുണ്ട് ഷാനവാസൊക്കെ കഴുകരുത് എന്ന് പറഞ്ഞ് അനു അതിന്റെ ഇടയ്ക്ക് കയറി പോകുന്നുണ്ട്. ആ പാത്രം പിടിച്ച് മേടിച്ച് ഷാനവാസക്കരയിൽ നിന്ന് മേടിച്ച് ആ കിച്ചണിന്റെ അവിടെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെവിനും നമ്മുടെ അനുമോളും തമ്മിൽ പൊരിഞ്ഞടി നടക്കുന്നുണ്ട്. നീ കഴുകിയില്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കൂലടി എന്നും പറഞ്ഞു അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. അപ്പൊ നമ്മുടെ അനുമോള് നിന്നെ എനിക്ക് വെറുപ്പാടാ, നിന്നെ കാണുന്നതും നീ ഉണ്ടാക്കുന്നതും എനിക്ക് വെറുപ്പാടാന്ന് പറഞ്ഞു അങ്ങനെ പൊരിഞ്ഞടി. എന്റെ അമ്മ, ഒരു രക്ഷയില്ലാട്ടോ, അടിയോടടി. ഭയങ്കര ബഹളം തന്നെയാട്ടോ നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നേ. ഇത്രയും ദിവസം കുറച്ചൊരു ദിവസം സൈലന്റ് ആയി പോവുകയായിരുന്നെങ്കിൽ ഇപ്പോൾ പൊരിഞ്ഞടിയാണ്. അടിയില്ലാത്തൊരു നിമിഷമേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ നമ്മുടെ അനീഷേട്ടൻ നമ്മുടെ ആര്യനും നെവിനായിട്ട് കൊളുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആര്യനും നെവിനും നമ്മുടെ അനീഷേട്ടനെ താല്പര്യമില്ല, താല്പര്യമില്ല, താല്പര്യമില്ല എന്നിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ അനീഷേട്ടൻ അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ ഇവര് തിരിച്ച് നമ്മുടെ അനീഷേട്ടന് പണി കൊടുത്ത് അനീഷിനെ നൈസായിട്ട് ഇങ്ങനെ ഒഴിവാക്കി വിടുന്നുണ്ട്. പിന്നീട് നമ്മുടെ നൂറ നെഞ്ചും വിരിച്ച് നമ്മുടെ കിച്ചൺ ടീമിലേക്ക് പോകുന്നുണ്ട്, അടിയുണ്ടാക്കാൻ വേണ്ടി, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ നെവിനാണോ ആര്യനാണോ ഇനി അക്ബറാണോ എന്നറിയില്ല, നമ്മുടെ നൂറെ അടിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദില, ആഹാ നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പെണ്ണിനൊന്ന് തൊട്ട് നോക്കടാ എന്ന് പറഞ്ഞ് നമ്മുടെ ആദില വെല്ലുവിളിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ കിടക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ എം ദി മലയാളി സൈനിങ് ഓഫ്.